ഹൈദരാബാദി മട്ടൺ കറി വെക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത്. മട്ടൺ 1.5 കിലോ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുത്തത്, വെള്ളം ആവശ്യത്തിന്, ഗ്രൗണ്ട്നട്ട് നിലക്കടല 150 ഗ്രാം, 100 ഗ്രാം തേങ്ങ ചെറുതായിട്ട് വറുത്തെടുത്തിരിക്കുന്നതാണ്. എണ്ണ ചേർക്കാതെ തന്നെ പാനിനകത്തിട്ട് ചെറുതായി മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരുപാട് തേങ്ങ മൂപ്പിച്ച് വറുത്തിട്ടില്ല. അതുപോലെ കൂട്ടത്തിലൊരു 10 ബ്രോക്കൺ കാഷ്നട്ടും കൂടി ഇട്ടാണ് വറുത്തിരിക്കുന്നത്. തൈര് 1 കപ്പ്, സവാള 3 എണ്ണം എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം വഴറ്റി വെച്ചിരിക്കുകയാണ്. ജീരകം 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4-5 എണ്ണം, കറിവേപ്പില, മല്ലിയില, കറുവാപ്പട്ട 1 വലിയ കഷ്ണം, 5 ഏലക്ക, ഗ്രാമ്പു 6 എണ്ണം, ബേ ലീഫ് വലുത് 2, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ഫുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഹൈദരാബാദി മട്ടൺ കറി തയ്യാറാക്കുന്നത്. തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് മതിയാകും. പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നതുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. തേങ്ങയും നിലക്കടലയും നമുക്ക് അരച്ചെടുക്കണം. അരച്ച് എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ സവാളയും ഇഞ്ചിയും വഴറ്റി വെച്ചിരുന്നതിൻ്റെ എണ്ണയുടെ ബാക്കി എണ്ണയിലേക്കാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ അതിലേക്ക് ചേർക്കാം. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ജീരകം കൂടെ അതിലേക്കിടാം. ജീരകം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. ഇത് ഓൾറെഡി വെന്തിരിക്കുന്ന സവാള ഇഞ്ചിയുമാണ്, അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിനി ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. നമ്മുടെ മസാല നന്നായിട്ടത് മൂത്തിട്ടുണ്ട്. സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ അരച്ച് ചേർത്ത് വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ടിളക്കി തൈരും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പും ആവശ്യത്തിലേക്ക് ചേർക്കണം. ഞാൻ മസാലക്കൂട്ടുകളും മട്ടനും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എരിവിൻ്റെ അളവ് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളത് കൂട്ടേണ്ട അടുത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക്, അല്ലെങ്കിൽ കളർ കുറവാണെന്ന് തോന്നിയാൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ്. എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമുക്ക് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടാം. ഞാൻ ഈ മുളക് കീറിയിട്ടൊന്നുമില്ല. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇറച്ചി അടുപ്പയിൽ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഇന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്കിനി മൂടി മാറ്റി ഒന്ന് എന്തായാലും നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുകളും അതുപോലെ തൈരും മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ ഇറച്ചിയിൽ നിന്നിറങ്ങിയ വെള്ളമാണിത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഗ്രൗണ്ട്നട്ടും തേങ്ങയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് ഈ കൂട്ടത്തിലേക്ക് ചേർത്തിളക്കി വീണ്ടും മൂടി വെച്ച് മട്ടൺ നന്നായിട്ട് വേവുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മട്ടൺ രണ്ടാമത് നമ്മൾ കടല അരച്ചതൊക്കെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തതിൻ്റെ വേവൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കറി പാകമായിട്ട് കാണും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് വെന്ത് കുറുകിയിരിപ്പുണ്ട്. നല്ല കുറുകിയ ചാറായിട്ടിരിപ്പുണ്ട്. ഞാനിതിലേക്ക് ചാറിന് വെള്ളം അധികം ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ അരച്ച പാത്രങ്ങൾ അരപ്പരച്ച സമയത്ത് ആ കൂട്ടത്തിലൊക്കെ ലേശം വെള്ളം ടോട്ടലി ഞാനൊരു 50 മില്ലി വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അരച്ച വെള്ളം ഉണ്ടായിരുന്നു, കൂടാണ്ട് ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങി. അപ്പം നല്ല കുറുകിയ ചാറാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് തേങ്ങയും കടലയും കൂടെ അരച്ച് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് മല്ലിയില ചേർത്തിളക്കി കറി വാങ്ങാം. മല്ലിയില ധാരാളം ചേർക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഹൈദരാബാദി മട്ടൻ കറി റെഡി ആയി കഴിഞ്ഞു. ഒരു വ്യത്യസ്ത രുചിയേറിയ മട്ടൻ കറിയാണിത്. ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ആലു പൊറോട്ട, നോർമൽ പൊറോട്ട, ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നന്നായിട്ട് യോജിക്കുന്ന ഒരു മട്ടൻ കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.